ഹായ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെള്ളയപ്പവും കടലക്കറിയാണേ. കടലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കടലക്കറി കേട്ടോ. ചിക്കൻ സ്റ്റൂ തോറ്റു പോകും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കടല വീടുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തോളൂ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. കാരണം ഞാൻ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ട കടലക്കറിയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്ക് ആദ്യം വെള്ളയപ്പത്തിനുള്ള മാവ് ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് പച്ചരി നല്ലതായിട്ട് കഴുകി 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ചവ്വരിയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിക്ക് 3 ടേബിൾ സ്പൂൺ. ഈ 4 മണിക്കൂർ നേരം ചവ്വരിയും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാൻ തുടങ്ങാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ദോശമാവിൻ്റെ ഒക്കെ പരുവുണ്ടല്ലോ, അങ്ങനെ വേണം വെള്ളയപ്പത്തിന് മാവിരിക്കാൻ. രണ്ടാമത്തെ സെറ്റ് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും അതുപോലെ തന്നെ 1.5 കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ള അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അവൽ വേണ്ടാതുള്ളെങ്കിൽ ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റ് നേരം മാത്രം അവലൊന്ന് കുതിർത്ത് വെച്ചാൽ മതി, എന്നിട്ട് അരച്ചെടുക്കാം. ഇനി അവസാനം ഞാൻ തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. 2.5 കപ്പ് തേങ്ങയാണ്. തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് ഈ തേങ്ങ അരച്ചതും കൂടെ അരിമാവിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതായി യോജിപ്പിച്ചെടുക്കണം. ഇനി അരി അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മിക്സിയുടെ ജാറ് ചൂടാകാതെ നോക്കണം, അല്ലെങ്കിൽ 2-3 ഐസ് ക്യൂബ് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ പഞ്ചസാര ചേർക്കുമല്ലോ, അത് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഇനിയും ഇതിന് നമുക്കൊരു 6-7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇനിയും കടലക്കറിക്കായിട്ട് 1 കപ്പ് കടല 6 മണിക്കൂർ നേരം കഴുകി വൃത്തിയാക്കിയ ശേഷം 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് വേണം കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ഉരുളക്കിഴങ്ങും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 4 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 1 ജാതിപത്രി, പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ഇട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്ന് മാറി വരുന്നിടം വരെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 20 കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കൊച്ചുള്ളിയുടെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു മസാലപ്പൊടി ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് ആകെ ഉപയോഗിക്കുന്ന എരിവിനനുസരിച്ചുള്ള പച്ചമുളക് മാത്രമാണ്. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലതായിട്ട് വെന്തുടഞ്ഞ് വരുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 10 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അതൊന്ന് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. കടലക്കറിക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർ മാത്രമേ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. നല്ലതായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം നല്ലതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യണം കേട്ടോ, കാരണം അല്ലെങ്കിൽ കടലക്കറി നല്ലതായിട്ട് കുറുകിപ്പോകും. ഇത്രയും ചാറ് നമുക്ക് വേണം. ഞാൻ ഈ മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ മല്ലിയില കാണിക്കാൻ ഒരു കാരണമുണ്ട്. ഞാനൊരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, മല്ലിയില നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ. അതായത് ബോട്ടിലിനകത്ത് മല്ലിയില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരിക്കുമെന്നുള്ളത്. അന്നിട്ട മല്ലിയിലയാണ് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നത്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചു.
ഇതിൽ കുറച്ച് നെയ്യ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മാത്രം ജീരകം, 2-3 കൊച്ചുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്, കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില വേണമെന്നില്ല, മല്ലിയിലയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കറിവേപ്പില ഉപയോഗിക്കണമെന്നില്ല. ഇത്രയും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഉള്ളിയുടെയൊക്കെ കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇത്രയും മാത്രമേ മസാല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു കടലക്കറി ആദ്യമായിട്ടാണ് കൂട്ടുന്നത് ഇങ്ങനെ, ഇത്രയ്ക്ക് ടേസ്റ്റിയായിട്ട്. മറ്റേ നമ്മുടെ സാധാരണ മുളക് കറി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരും ഒന്ന് കണ്ടു നോക്കണം. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് പക്ഷേ ചിക്കൻ സ്റ്റൂ ഒക്കെ തോറ്റുപോകും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ ഒരു കടലക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. ഇനി ഞാൻ അരിമാവ് ഒന്നെടുക്കുകയാണ്. ഒരു 6-7 മണിക്കൂറായിട്ടുണ്ട്. നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളയപ്പം, നല്ല കുഞ്ഞു വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. വെള്ളയപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും പരത്തരുത് വെള്ളയപ്പത്തിൻ്റെ മാവേ. മൊത്തം, അതായത് ഒരു സൈഡ് മൊത്തം അങ്ങ് ഹോൾ വരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. ചെറുതായിട്ട് അതിനകത്ത് കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെ ഞാൻ 2 സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇന്ന് നേരെ നമ്മൾ കാസ്ട്രോളിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒട്ടും എയർ കിടക്കാത്ത കാസ്ട്രോളിനകത്തോട്ട് അടച്ചു വയ്ക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ക്രിസ്മസ് കാലഘട്ടങ്ങളൊക്കെ അടുക്കുകയല്ലേ, അപ്പോൾ ഈ ഒരു അപ്പവും കടലക്കറിയും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കടലക്കറിയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളിൽ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാവുന്നതാണ്. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.